നമസ്കാരം. പാകിസ്ഥാനിലെ ഒളിത്താവളങ്ങളിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധ ഭീകരവാദികൾക്ക് വീണ്ടും കനത്ത പ്രഹരം ഏറ്റിരിക്കുകയാണ്. ലഷ്കർ-ഇ-തോയ്ബയുടെ മുതിർന്ന കമാൻഡർ അബ്ദുൾ ഗഫാർ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ വെച്ചാണ് ഇയാൾ വെടിയേറ്റ് മരിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആരാണ് ഈ അബ്ദുൾ ഗഫാർ? എന്തിനാണ് ഇയാൾ കൊല്ലപ്പെട്ടത്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിലെ തെരുവുകളിൽ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തുന്ന കൊലപാതക പരമ്പരയിലെ ഏറ്റവും പുതിയ കണ്ണിയാണ് അബ്ദുൾ ഗഫാർ. ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രധാന ഓപ്പറേഷൻ കമാൻഡർമാരിൽ ഒരാളായ ഇയാൾ ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെയും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുടെയും സൂത്രധാരനായിരുന്നു. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ നൽകിവരുന്ന സുരക്ഷാ കവചങ്ങൾക്കിടയിലൂടെയാണ് ഈ അജ്ഞാത ആക്രമണം നടന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇപ്പോൾ ചർച്ചയാകുന്നത് അൺനോൺ എന്ന ഹാഷ്ടാഗ് ആണ്. ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ളവർ ഒന്നൊന്നായി പാകിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങളിൽ വെച്ച് വധിക്കപ്പെടുകയാണ്. ലഷ്കർ തലവൻ ഹാഫിസ് സയീദിൻ്റെ വലങ്കയായിരുന്ന അബ്ദുൾ റഹ്മാൻ മക്കി, അബു ഖത്തൽ, സെയ്ഫുള്ള ഖാലിദ് തുടങ്ങി നീണ്ട നിര തന്നെ ഈ പട്ടികയിലുണ്ട്. ഇവരെല്ലാം തന്നെ സമാനമായ രീതിയിൽ വീടിന് പുറത്തോ പള്ളികൾക്ക് സമീപമോ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഈ കൊലപാതകങ്ങളിൽ ഇന്ത്യയെ പരോക്ഷമായി കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും കൃത്യമായ തെളിവുകൾ പുറത്തുവിടാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അബ്ദുൾ ഗഫാറിൻ്റെ മരണം ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അതിർത്തിക്കപ്പുറം ഭീകരവാദത്തിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നതിലും യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിലും ഇയാൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇത്തരം കൊലപാതകങ്ങൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ വലിയ ഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. തങ്ങൾ എവിടെയും സുരക്ഷിതരല്ല എന്ന സന്ദേശം ഓരോ കൊലപാതകങ്ങളും ഭീകരവാദികൾക്ക് നൽകുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ താക്കീതായും ഈ നീക്കങ്ങളെ പലരും വിലയിരുത്തുന്നുണ്ട്. ആരാണ് ഈ അജ്ഞാതർ എന്നത് ഇന്നും ഒരു നിഗൂഢതയായി തുടരുകയാണ്. ലഷ്കർ കമാൻഡർ അബ്ദുൾ ഗഫാറിൻ്റെ മരണത്തോടെ പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലയുടെ വേരുകൾ ഒന്നുകൂടി ദുർബലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.